നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ചേച്ചി, അവിടെ നിന്ന് വന്നതിന് ശേഷം ഒരു വിവരവും ഇല്ലല്ലോ. എനിക്ക് ടെൻഷനായിട്ട് വയ്യ. അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്ത് കുഴപ്പം? ഒന്നുമില്ല. അല്ല, ഗിരിയേട്ടന്റെ അമ്മ കാണിച്ച ഷോ കണ്ടപ്പോ ഞാൻ വിചാരിച്ചത് ചേച്ചിക്ക് അവര് ജന്മത്ത് സ്വൈര്യം തരില്ലെന്നാ. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ തുറന്നു പറ, നമുക്ക് വഴിയുണ്ടാക്കാം. കല്യാണം കൂടാൻ പോയ മകൻ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് വന്നു നിന്നാ ഏതമ്മയൊന്ന് ദേഷ്യപ്പെടും. അതും ഞാൻ ഈ കുടുംബത്തിന് കണ്ണെടുത്ത കണ്ടോടാത്ത വർഗത്തിൽ പെട്ടവളല്ലേ. പോലീസ് അപ്പൊ കുറച്ച് പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടാവും. പതിയല്ല ശരിയാവും അമ്മാവ. എന്നാലും അവര് ചേച്ചിയെ വീട്ടിലേക്ക് കയറ്റിയത് മരുമകളെ പോലെയല്ല, ഒരു ശത്രുവിനെ പോലെയാ. അവരെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ശത്രു തന്നെയാ. ഗിരിയുടെ അച്ഛൻ മരിച്ചത് നമ്മുടെ സ്റ്റേഷനിൽ വെച്ചിട്ടാ. അപ്പൊ കാക്കിയിട്ടവരെ കാണുമ്പോ അവർക്ക് വൈരാഗ്യം തോന്നുന്നത് തെറ്റല്ല. പ്രശ്നം കൂടാണെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാ മതി, ഞാൻ അവിടെ എത്തും. വേണ്ട മോളെ, ഇവിടെയുള്ള പ്രശ്നങ്ങളൊക്കെ ഞാൻ തന്നെ തീർത്തോളാം. നീ ഇപ്പൊ ഇതിനെക്കുറിച്ചൊന്നും ആലോചിക്കാതെ പഠിപ്പില് കൂടുതൽ ശ്രദ്ധിക്കേ. നിന്റെ എൻട്രൻസ് പരീക്ഷ അടുത്തു. അമ്മാവാ, ഞാനില്ലാത്തോണ്ട് അവളെ ഉഴപ്പാൻ സമ്മതിക്കരുത്. ഞാൻ നോക്കിക്കോളാം മോളെ. എന്നാ ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ചേച്ചി. ചേച്ചി നല്ല വിഷമത്തിലാ. എനിക്ക് ചേച്ചിയുടെ ശബ്ദം കേട്ടാ മനസ്സിലാവും. നമുക്ക് അവിടെ വരെ ഒന്ന് പോയാലോ അമ്മാവ? അത് വേണ്ടാന്ന് മഞ്ജു പറഞ്ഞതല്ലേ മോളെ? അത് ചേച്ചി വിഷമിക്കുന്ന നമ്മൾ കാണണ്ടെന്ന് കരുതി പറഞ്ഞതാവും. അല്ല മോളെ, അവിടെ ചെന്ന ഭാനുമതി അമ്മയാ നമ്മളെ ഇന്നത്തെ പോലെ അവമാനിക്കുന്നുള്ള പേടി അവക്ക് കാണും. അവക്കത് സഹിക്കില്ല. നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നത് ഭാനുമതി അമ്മയ്ക്കോ ഗിരിക്കോ ഒന്നും ഇഷ്ടമല്ല. അവര് മഞ്ജുവിന്റെ സൗകര്യം കെടുത്താൻ ഒരു കാരണവും നോക്കി നടക്കുക.
നമ്മളവിടെ കയറി ചെന്ന മഞ്ജുവിന് കൂടുതൽ പ്രശ്നങ്ങളുണ്ടാവും. അത് വേണമോളെ. നമുക്ക് സ്റ്റേഷനിൽ ചെന്ന് അവളെ കാണാം. കാര്യങ്ങൾ നേരിട്ട് ചോദിച്ചു മനസ്സിലാക്കാമല്ലോ. എന്താ ഗിരിയേട്ടാ, കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ ഇരുന്നിങ്ങനെ വെള്ളം അടിച്ചാ മതിയോ? വേഗം വീട്ടിലേക്ക് ചെല്ല്, ഭാര്യ കാത്തിരിക്കുന്നുണ്ടാവും. അല്ല ഗിരിയേട്ടാ, ഇത്രയും കാലം പോലീസുകാരെ കണ്ണെടുത്താ കണ്ടുകൂടാ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ വെറുതെ ആണല്ലേ? ഇല്ലെങ്കിൽ പിന്നെ ഈ പോലീസുകാരെ കല്യാണം കഴിക്കോ? എടാ, വെറുതെ കല്യാണം കഴിച്ചതല്ല, പ്രേമിച്ച് കല്യാണം കഴിച്ചതാ. ഗിരിയേട്ടന്റെയും മഞ്ജുവിന്റെയും പ്രണയകഥ ഈ നാട്ടിൽ മുഴുവൻ പാട്ടല്ലേ? അനുവേ, ഞാനിപ്പോ തീരെ നല്ല മൂഡിലല്ല. നീ പോ നോക്ക്. അയ്യോ, അങ്ങനെ പേടിപ്പിക്കല്ലേ ഗിരിയേട്ടാ. നീ വെറുതെ പ്രശ്നത്തൊന്നും പോണ്ട. ഇനി പണ്ടത്തെ പോലൊന്നും അല്ല. ഗിരിയേട്ടനെ തൊട്ട പോലീസ് ഇടപെടും. ഗിരിയേട്ടൻ ഇപ്പോ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിലെ മരുമകനാ. അതെ, പോലീസ് സ്റ്റേഷനിൽ കിടന്ന അവന്റെ അച്ഛൻ മരിച്ചത്. അന്ന് മാധവ സാറും അവിടെ ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്നു. എന്നിട്ട് ഒരു നാണവുമില്ലാതെ അയാളെ ഓളെ തന്നെ കെട്ടിയിരിക്കുന്നു. പക്ഷെ ഗിരിയേട്ടനെ ഞാൻ കുറ്റം പറയില്ല. മഞ്ജു അതിനും മാത്രമുള്ള പെണ്ണാ. അവളെപ്പോലെ ഒരു പെണ്ണിനു വേണ്ടി അച്ഛനെ കൊന്നവരോട് ക്ഷമിക്കുന്നതിൽ ഒരു തെറ്റുമില്ല ഗിരിയേട്ടാ. എന്താ പറഞ്ഞ? പോലീസ് സ്റ്റേഷന്റെ മരുമോനോ? ഉമാൻ എന്താ പറഞ്ഞത് നിനക്കറിയോ? എന്റെ അച്ഛനെ കൊന്നവന്മാരുടെ കൂടെ ഞാൻ കൂടിയെന്ന്. ഞാൻ മഞ്ജുവിന് വേണ്ടി അവരോടെല്ലാം ക്ഷമിച്ചോന്ന്. വിട്. നല്ലൊരു ദിവസമായിട്ട് ഇവനെ തല്ല് വാങ്ങിച്ചപ്പോ നിനക്കൊക്കെ സമാധാനായോ? ഇവനെ വെറുതെ ചൊറിഞ്ഞ് തല്ല് മേടിച്ചോളാന്ന് നിനക്കൊക്കെ വല്ല നേർച്ചയുണ്ടോടാ? എന്താ ഇനി ബാക്കിയോട് വാങ്ങിക്കാൻ കാത്തിരിക്കായിരിക്കും? വീട്ടിൽ പോടാ, പോ. ബാബാ, വീട്ടിൽ പോ. ഞാനല്ല, മഞ്ജുവിന്റെ കൂടെ ഞാൻ വീട്ടിലേക്ക് കയറിയപ്പോ എന്റെ അമ്മ എന്നെ ഒരു നോട്ട് നോക്കി. ഞാൻ അമ്മയെ ചതിച്ചെന്ന് അമ്മ കരുതുന്ന. എന്റെ അവസ്ഥ ഞാൻ അമ്മ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? അമ്മ എന്നെ വെറുക്കുന്ന കാലത്തോളം എനിക്ക് ആ വീട്ടിൽ കയറാൻ പറ്റില്ല. എടാ, നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ? നിന്റെ അമ്മയ്ക്ക് നിന്നെ വെറുക്കാൻ കഴിയോ? ഒരിക്കലുമില്ല. നീ മഞ്ജുവിനെ കല്യാണം കഴിച്ചത് അമ്മയ്ക്കൊരു ഷോക്കായി കാണും. അങ്ങനൊരവസ്ഥയിൽ ആരായാലും ഇങ്ങനെയൊക്കെ പ്രതികരിക്കൂ എന്ന് കരുതി അവർക്ക് നിന്നോടുള്ള സ്നേഹത്തിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. ഇനിയും നീ വീട്ടിലേക്ക് ചെന്നില്ലെങ്കിൽ അമ്മ നിന്നെ തേടി ഇങ്ങോട്ട് വരും. അത് വേണോ? നീ അമ്മയ്ക്ക് കുറച്ച് സമയം കൊടുക്ക്. അമ്മ നീ ചെയ്തതെല്ലാം ക്ഷമിക്കും. എല്ലാം പഴയതുപോലെ ആവും. ഇതെന്റെ ഗ്യാരണ്ടിയാ. വേണ്ട വേണ്ട വേണ്ട, നീ നല്ല ഫിറ്റാ. ഞാൻ ഓടിക്കാം, നീ പുറകെ കയറിയാൽ മതി. അവനൊരു കോപ്പി ഗ്ലാസ് കേറ. ഓക്കെ അല്ലേ?